guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ലോഗ് ആണ്. ഫസ്റ്റ് പറയാം, ഞാനല്ല ഇന്നത്തെ കുക്കിംഗ് ചെയ്യുന്നത്, എൻ്റെ ഹസ്ബൻഡാണ് ഇന്നത്തെ കുക്കിംഗ് ഫുൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് മന്തി. എനിക്കറിഞ്ഞുകൂടാ എന്താവും എന്നുള്ളത്. എല്ലാം എൻ്റെ ഹസ്ബൻഡ് പറയും ഞാൻ ഉണ്ടാക്കി തരാം, ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ ഇന്നത്തേത് ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. എത്ര ലോങ് ആവത്തില്ല, എന്തായാലും ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്കിന്ന് മന്തി വ്ലോഗാണ്. ഹായ് പറയോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത്, ഹായ് പറയോ. ഇതാണ് നമ്മൾ മന്തിക്ക് യൂസ് ചെയ്യാൻ പോകുന്ന ചിക്കൻ. ഇത് ലുല്ലുന്ന് മന്തിക്കെന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. ഇതിലൊരു 8 പീസ് വരും. പക്ഷെ നമ്മൾ ഈ 8 പീസ് എടുക്കുന്നില്ല, കാരണം നമ്മൾ 2 പേരുള്ളതുകൊണ്ട് ജസ്റ്റ് 4 പീസ് എടുക്കുന്നുള്ളൂ. എന്തായാലും നമ്മളിത് ഫുൾ കഴിച്ച് തീർക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് 4 പീസാണ് എടുക്കുന്നത്. ഈ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, ചെറിയ ജീരകം, ഉപ്പ്, എണ്ണ. നമ്മളിതാ ഇവിടെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, വലിയ ജീരകം എടുത്തിട്ടുണ്ട്. അടുത്ത ഇടാൻ പോകുന്നത് ചെറിയ ജീരകമാണ്. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതാ വെളുത്തുള്ളി ആകെ 3 അല്ലിയാണ്. ഇഞ്ചി ഒരു അത്യാവശ്യം 1 പീസ് എടുത്തിട്ടുള്ളൂ വലുത്. അതിനുശേഷം കുരുമുളക് കൂടി ഇടും കേട്ടോ, ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. കുരുമുളക് സ്പൈസി അല്ലാത്തതുകൊണ്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്, നോർമൽ ചില്ലി പൗഡർ അല്ല. മല്ലിപ്പൊടി. ദയവ് ചെയ്ത് ഇതാരും വീട്ടിൽ ഉണ്ടാക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് എങ്ങനെയാവും എന്നൊന്നും അറിയത്തില്ല. ഇത് കൊള്ളാമോ? ഇത് ബാലി, ഇത് ഒമാൻ. അടുത്ത കൺട്രി ഏതാണെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. എൻ്റെ ഹസ്ബൻഡിന് ദയവ് തോന്നുകയാണെങ്കിൽ എന്നെ അടുത്ത കൺട്രിയിൽ കൊണ്ടുപോകും ഗൈസ്. അപ്പോൾ നമ്മൾ കൂട്ടൊക്കെ ഓൾറെഡി സെറ്റാക്കി. ഇനി നമ്മൾ ഇത് ചിക്കനിലേക്ക് ഈ കൂട്ടൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം ഗൈസ്. ഉപ്പ്. ഇത് എൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ടും ഒരു 5 മിനിറ്റ് മുന്നേ ഞാൻ ഇത് യൂട്യൂബിൽ കയറി നോക്കുന്നത് കണ്ടു. അപ്പോൾ ഇത് ഹരിശങ്കറിന്റെ റെസിപ്പി അല്ല, ഇത് യൂട്യൂബിൽ നിന്ന് കോപ്പി അടിച്ച റെസിപ്പിയാണ് ഗൈസ്. പക്ഷെ എന്നാലും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് ഇത് ക്രെഡിറ്റ് വിട്ട് കൊടുക്കാം. പാവമല്ലേ, എനിക്ക് വേണ്ടി ഇത് ഉണ്ടാക്കി തരുന്നതല്ലേ. കാരണം ഇവിടുത്തെ മന്തി നമ്മൾ ആകെ 1 പ്രാവശ്യമേ കഴിച്ചിട്ടുള്ളൂ, പിന്നെ എനിക്ക് കഴിക്കാൻ തോന്നിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ പാവം കുഴയ്ക്കുന്നത്. അങ്ങനെ നമ്മൾ ചിക്കനിൽ കൂട്ടെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് 1 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. നമ്മളിനി 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ ചിക്കൻ നോക്കാൻ പോകത്തുള്ളൂ. ആ 1 മണിക്കൂറിൽ നമുക്കിവിടെ വെറുതെ ഇരിക്കാം ഗൈസ്. ഇവിടെ വിൻ്റർ തുടങ്ങിയിരിക്കുകയാണ്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് പിള്ളേരൊന്നും കളിക്കാൻ പുറത്തിറങ്ങാറില്ല. അത് ഒരെണ്ണം പോയി. ഹായ് അച്ചു. ചമ്മി പോയി ഗൈസ്, ഹായ് തന്നില്ല. ഹായ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ത് മോഡയാണല്ലേ, നമുക്കൊന്നും ഹായ് തരാൻ ആരുമില്ല. വീണ്ടും പോകുന്നു. ഇവൻ ഷോ കാണിക്കാനാണ് ഗൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. കണ്ടോ ഗൈസ്, അവൻ വീണ്ടും ഓടുന്നു. ഇതവൻ്റെ ചേട്ടനാണ്, മുന്നിൽ പോകുന്നതാണ് അച്ചു. ഹലോ ഗൈസ്, ഇവിടെ മന്തി കഴിക്കാൻ ഒരു സുന്ദരൻ എത്തിയിട്ടുണ്ട്. ഹലോ, എവിടെ പോണ്? അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമ്മളിതാ ചിക്കൻ സെറ്റായി വന്നിട്ടുണ്ട്. അത്യാവശ്യം കൂട്ടൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതിനെ ഒന്ന് ഒരുപാട് ഫ്രൈ ആവാത്ത രീതിയിൽ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഓക്കെ, എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ചിക്കൻ മസാല ഇങ്ങനെ അങ്ങനത്തെ ഒരു എടുക്കാം കേട്ടോ. നമ്മൾ എണ്ണ ഒഴിച്ചിട്ടില്ല, കൂട്ടിലുണ്ടായിരുന്ന എണ്ണയാണ് ഈ ഇതായിട്ട് വരുന്നത് കേട്ടോ, ജ്യൂസി ആയിട്ട്. കുറച്ചും കൂടി വലിയ കുക്കർ എടുക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷെ നമ്മുടെ കയ്യിൽ ഈ കുക്കറേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഈ കുക്കർ എടുക്കുന്നു. ഒരാളിവിടെ മണം കേട്ട് വന്ന് നിൽക്കുവാണ്. അങ്ങനെ നമ്മൾ എല്ലാ ചിക്കനും 4 പീസ് ചിക്കൻ ഈ കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട്. ഒരു മണം വരണല്ലേ.
കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇതാ ബാക്കി ഒന്ന് ഇതും ഒഴിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വച്ചേക്കണം കേട്ടോ. ഇതിന്റെ ബാക്കി വന്ന അരപ്പാണ്. ഈ അരപ്പ് നമ്മൾ ഇനി റൈസിൽ ഇടുമെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. സുന്ദര, ഹായ് സുന്ദര. സുന്ദര, നമ്മളിത് കുക്കറിലാക്കി പടച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഇനി അരി കഴുകാം. അരി കഴുകൽ ചടങ്ങിലോട്ടാണ് പോകുന്നത്. നമ്മൾ ബസ്മതി റൈസാണ്, വലിയ റൈസ് താണ്ടെ, പ്യുവർ ബസ്മതി റൈസ്, ഒറിജിനലാണ് എന്നെ പോലെ. ചെറുതായിട്ട് വിശപ്പടിക്കുന്നു. നമ്മുടെ കയ്യിൽ കുറച്ച് മുറുക്കുണ്ട്, അത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുറുക്കാണ്. ഓക്കെ, അല്ലെങ്കിൽ ഗ്യാസ് കയറി നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. കൊണ്ട് നമ്മൾ മുറിക്കില്ല. കട്ടിലുണ്ട്. നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് 1.5 ഗ്ലാസ് ബസ്മതി റൈസാണ്. കാരണം നമ്മൾ 2 പേരുള്ളതുകൊണ്ടാണ് ഇത്രയും അരി ഇട്ടത്. നിങ്ങളുടെ ആളനുസരിച്ചിട്ട് ഇട്ട് വയ്ക്കാം. നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, മല്ലിയില, 1 തക്കാളി 2 പച്ചമുളക്, കുറച്ച് മല്ലിയില. ഇതിനെ നമുക്കിനി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമ്മുടെ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ഒരു പാനിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്പൈസസ് എല്ലാം ഇടണം. എന്താ ഈ കറുകപ്പട്ട, പിന്നെ പെരിഞ്ജീരകം ഇടണം. വലിയ പെരിഞ്ജീരകവും ചെറിയ പെരിഞ്ജീരകവും ഇടണം. പിന്നെ സോറി ഗൈസ്, വലിയ ജീരകവും പെരിഞ്ജീരകവും, ചെറിയ ജീരകവും വലിയ ജീരകവും നമ്മൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം പിന്നെ ഗ്രാമ്പു ഇട്ടെടുത്തതിന് ശേഷം പിന്നെ നാരങ്ങ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് 2 നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതാ കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നു. ഉപ്പിടണ്ടേ, ഉപ്പ് ഈസ് മസ്റ്റാ. നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കാം ഗൈസ്. അങ്ങനെ നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. എത്ര മിനിറ്റ് എടുക്കണം? 10 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ട് ഇതിനെ കുക്ക് ചെയ്യാം. ഫ്ലെയിം കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ, ഈ ഒരു ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. ഇങ്ങ് വാ, പാല്. ഓൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല, നോക്ക്. പാല് വേണ്ടേ? പാല് വേണ്ടേ? ബാ 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 വാ വാ. ഇവൻ ഇത്രയ്ക്ക് മോട്ടയാ. വാ, പാല് വേണ്ട. ശേ, മൈൻഡ് പോലും ചെയ്യുന്നില്ല. നമ്മൾ ഒരു വിലയും ഇല്ലല്ലോ ഇവന്. ബാ, പാല് കുടി. ഇങ്ങനെ നമ്മുടെ റൈസ് ഇതാ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു ഇതാണ്, ഞാൻ നോക്കട്ടെ. അങ്ങനെ നമ്മുടെ അരിയെല്ലാം എന്താ ഇവിടെ ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ക്യാപ്സിക്കവും വേണം, ഒരു കുഞ്ഞ് സവാളയും ഇതിനു വേണ്ടി ആവശ്യമാണ്. വേറെ വെജിറ്റബിൾസിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് കളർ ക്യാപ്സിക്കം വേണമെങ്കിൽ അതും എടുക്കാം. അങ്ങനെ നമുക്ക് ആവശ്യമായ ക്യാപ്സിക്കവും സവാളയും നമ്മളിതാ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം ക്യൂബായിട്ടും സവാള നീളത്തിലുമാണ് അരിയാനുള്ളത്. നമ്മുടെ ചിക്കൻ നല്ല സെറ്റായിരിപ്പുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മുടെ ഇതിലേക്ക് ബാക്കി വന്ന കൂട്ടിട്ട് കൊടുക്കണം. ബാക്കി വന്ന കൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ ചിക്കന്റെ മുകളിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവാളയും ഇട്ട് കൊടുക്കണം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നമ്മളെ ഒറിജിനൽ മന്തിയുടെ സ്മെല്ലുണ്ട്. ഞാൻ ഇങ്ങനെ നന്നാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ടൊമാറ്റോ, മല്ലിയില, പച്ചമുളക് ഇതെല്ലാം കൂടി അരച്ചിട്ടുള്ള പേസ്റ്റ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ക്യാപ്സിക്കം, സവാള, പിന്നെ തക്കാളി, പച്ചമുളക്, മല്ലിയിലയുടെ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാഗി ക്യൂബാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ചോറിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് മഞ്ഞപ്പൊടിയും വെള്ളവും കൂടി മിക്സ് ചെയ്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മൾ 3 പച്ചമുളക് ഇതേപോലെ കുത്തി വെച്ച് കൊടുക്കണം. ഒരെണ്ണം കൂടി എടുത്തു. നമുക്കിതിനെ അടച്ചു വയ്ക്കാം. ഇനി നമ്മൾ നമ്മുടെ കുക്കർ വെച്ചിട്ടുണ്ട്. ഒരു ഫിസിൽ കേൾക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. നമ്മളങ്ങനെ മന്തി തുറക്കാൻ പോവുകയാണ്. ഇതാ കിടക്കുന്നു നമ്മുടെ മന്തി. ബാക്കി ചോറ് നമ്മൾ അതിലിട്ടൊന്ന് മിക്സ് ചെയ്ത് തട്ടുവാണേ. നമ്മൾ നല്ല പോലെ ഇത് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കണം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പക്ഷെ മന്തി നമ്മുടെ ബാർബിക്യൂ സ്പേസിലെ മന്തി. നാട്ടിലായിരുന്നപ്പം എൻ്റെയും സ്നേഹയുടെയും സ്ഥിരം സ്പോട്ടായിരുന്നു ബാർബിക്യൂ സ്പേസിലെ മന്തി. കിടിലൻ ടേസ്റ്റാണ്. നാട്ടിൽ പോയ ഉടനെ ഫസ്റ്റ് കഴിക്കാനുള്ളത് ബാർബിക്യൂ സ്പേസിലെ മന്തി. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മുടെ മന്തി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കഴിക്കാം. മന്തി മതി മതി കഴിച്ചിട്ടെടുക്കാം. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ അത്ര ഫ്ലേവർ ഇല്ലെങ്കിലും സംഭവം കൊള്ളാം. വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.